നമസ്കാരം. ശിവോഹം ആസ്ട്രോളജിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം. അശ്വതി, ഭരണി, കാർത്തിക, മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, ഉത്രം, അത്തം, ചിത്തിര, മൂലം, പൂരാടം, ഉത്രാടം എന്നീ 5 രാശികളിലായി ജനിച്ചിരിക്കുന്ന 14 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കാൻ പോവുകയാണ് ഈ വരുന്ന ഓഗസ്റ്റ് 9 ശനിയാഴ്ച ദിവസം. ജ്യോതിഷപരമായി നോക്കുമ്പോൾ പല നല്ല മാറ്റങ്ങൾക്കും നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്ന ഒരു ഭാഗ്യ ദിവസമാണെന്നതിൽ സംശയം വേണ്ട. കാരണം ഓഗസ്റ്റ് 9 കർക്കിടകൻ രാശിയിൽ ബുധൻ ഉദിക്കാൻ പോകുന്ന ദിവസമാണ്. ഇപ്പോഴത്തെ കർക്കിടകൻ രാശിയിലെ ബുധൻ്റെ ഉദയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് 12 രാശികളിൽ 5 രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് മാത്രമാണ് ഭാഗ്യം അനുകൂലമാവുന്നത്. ജൂലൈ 24 കർക്കിടകത്തിൽ അസ്തമിച്ച ബുധൻ ഇപ്പോൾ ഇതാ വീണ്ടും കർക്കിടകത്തിൽ ഉദിക്കാൻ പോകുന്നു. അതും ഓഗസ്റ്റ് ദിവസം പൂർവാധിക ശക്തി പ്രാപിച്ചുകൊണ്ടാണ് ഈ ഒരു ബുധൻ്റെ ഉദയം ആരംഭിക്കാൻ പോകുന്നത്. പൂർണിമ തിഥിയിലാണ് കർക്കിടകത്തിൽ ബുധൻ ഉദിക്കാൻ പോകുന്നത്. ഒരു ഗ്രഹം അസ്തമിക്കുമ്പോൾ ഫലപ്രാപ്തി കുറയുകയും ഉദിക്കുമ്പോൾ അതിൻ്റെ ശക്തി ഇരട്ടിയാവുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ബുധൻ്റെ ഈ ഉദയം 14 നക്ഷത്രക്കാരിൽ വളരെ വലിയ ഗുണാനുഭവങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. ഈ 14 നക്ഷത്രക്കാരുടെയും ഇതുവരെയുള്ള ജീവിതത്തിൽ നിലനിന്നിരുന്നത് വളരെയധികം പ്രയാസങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങൾ തന്നെയായിരുന്നു. വളരെയധികം പ്രതിസന്ധികളിലൂടെയും ദയനീയ അവസ്ഥകളിലൂടെയുമായിരുന്നു ഇവർ കടന്നുപോയത്. സാമ്പത്തികമായി വളരെയധികം തകർച്ചകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇവർക്ക് ജീവിതത്തിൽ. കൂടാതെ കുടുംബ പ്രശ്നങ്ങൾ കൂടെ ആവുമ്പോൾ ജീവിതം വരെ മടുത്തു എന്ന ചിന്ത ഈ നക്ഷത്രക്കാരിൽ പലരുടെയും മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നതാണ് സത്യം. അത്രയേറെ ഇവർ അനുഭവിച്ചു. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ കാര്യതടസ്സങ്ങളും ശത്രുദോഷങ്ങളും കൊണ്ട് വലഞ്ഞിരുന്നു. ജീവിത നിലവാരം വരെ താഴേക്ക് പോകുന്ന അവസ്ഥയാണ് ഇവർ അനുഭവിച്ചത്. ഇതാ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന രീതിയിൽ ബുധൻ നിങ്ങൾക്ക് ഭാഗ്യമായി ഉദിക്കാൻ പോകുന്നു. ജീവിതം തന്നെ മാറി മറിയുന്ന കാര്യങ്ങൾക്കാണ് നിങ്ങൾ ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതും ഓഗസ്റ്റ് 9 ശനിയാഴ്ച മുതൽ. മേടൻ രാശിക്കാരുടെ 4-ാം ഭാവത്തിലും, മിഥുനൻ രാശിയുടെ 2-ാം ഭാവത്തിലും, കർക്കിടക രാശിയുടെ 1-ാം ഭാവത്തിലും, കന്നി രാശിയുടെ 11-ാം ഭാവത്തിലും, ധനുരാശിയുടെ 8-ാം ഭാവത്തിലുമാണ് ബുധൻ ഭാഗ്യമായി ഉദിക്കാൻ പോകുന്നത്. അതിനാൽ ഈ ഉദയത്തിന്റെ പൂർണ്ണഫലം നിങ്ങൾക്ക് കിട്ടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇതുവരെ ഒഴുക്കിയ നിങ്ങളുടെ കണ്ണുനീരിന് ഫലമെന്ന പോലെയാണ് ഈ ഒരു ഭാഗ്യം നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. വിവാഹിതരായവരുടെ ജീവിതത്തിൽ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളും നിങ്ങളെ വിട്ടുമാറാൻ പോകുന്നു. നല്ലൊരു വിവാഹ ജീവിതം നിങ്ങൾക്ക് വന്നു ചേരും. നല്ലൊരു ജീവിത പങ്കാളിയെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇതുവരെ താഴ്ത്തപ്പെട്ട ഇടങ്ങളിൽ നിന്നും തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന രീതിയിലെ നേട്ടങ്ങൾ നിങ്ങൾ സ്വന്തമാക്കും. കുടുംബത്തിലും സമൂഹത്തിലും നിലയും വിലയും വന്നു ചേരും. വിവാഹ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്ന തടസ്സം മാറി നല്ല ജീവിത പങ്കാളിയെ ലഭിക്കാനുള്ള ഒരു ഭാഗ്യം കാണുന്നു. അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ പല നേട്ടങ്ങളും വന്നു ചേരും. അതായത് വിവാഹം നിങ്ങൾക്കൊരു ഭാഗ്യമായി മാറുമെന്ന് തന്നെ പറയാം. ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് തന്നെ സ്വയം പരിഹാരം കാണാൻ സാധിക്കുന്ന സമയമാണ് ഓഗസ്റ്റ് 9 ശനിയാഴ്ച ബുധന്റെ ഉദയത്തോടെ വന്നു ചേരാൻ പോകുന്നത്. മുടങ്ങിപ്പോയ കാര്യങ്ങൾ വീണ്ടും പുനരാരംഭിക്കാനും വിജയകരമായി പൂർത്തിയാക്കാനും സാധിക്കും. പുതിയ തൊഴിൽ, വരുമാന മാർഗം എന്നിവ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും. വിദ്യാർത്ഥികൾക്ക് ഇനി വിദ്യാവിജയം ഉറപ്പാണ്. ഈ ഒരു സമയം നിങ്ങൾ ഏർപ്പെടുന്ന പരീക്ഷകളിലൊക്കെ പൂർണ്ണ വിജയം കരസ്ഥമാക്കാൻ സാധിക്കുമെന്നത് ബുധന്റെ ഉദയത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മഹാഭാഗ്യമാണ്. ഇനി ഭാഗ്യമാണ്, നേട്ടമാണ്. ജീവിതം ഓഗസ്റ്റ് 9 ശനിയാഴ്ച ബുധന്റെ ഉദയത്തോടെ രക്ഷപ്പെടാൻ പോകുന്നു എന്ന് തന്നെ പറയാം. ഇനി ഭാഗ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ഇതുവരെ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങളെ വിട്ടുമാറാൻ പോകുന്നു. ജീവിതം നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി മുന്നോട്ട് നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എന്തുകൊണ്ടും ഭാഗ്യമാണ്, നേട്ടമാണ്. ജീവിതം ഇനി രക്ഷപ്പെടും. ഇന്നത്തെ രാശിഫലം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു രാശിഫലവുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശിവോഹം.